എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കാണുക, ഉണ്ടാക്കി നോക്കുക, പ്രോത്സാഹിപ്പിക്കുക. വേണ്ട ബാസ്മതി റൈസ് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കൂത്തു വെച്ചിരിക്കുകയാണ്. സ്പ്രിംഗ് ഒനിയനും ക്യാപ്സിക്കവും റൈസിനകത്ത് ചേർക്കാനുള്ള വെജിറ്റബിൾസ് ആണ് ബീൻസ്, ക്യാരറ്റ്, സവാള ചെറുതായി അരിഞ്ഞത്, 2-3 അല്ലി വെളുത്തുള്ളി. പാൻ ചൂടായപ്പോൾ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. അടുത്തത് കുറച്ച് വെളുത്തുള്ളി. അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടണം. നമ്മൾ ക്യാരറ്റും ബീൻസും അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീൻസും നമ്മൾ ചേർത്തു. ഇത് കുറച്ച് നേരം ഒന്ന് എണ്ണയ്ക്കകത്ത് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് അത് ശരിക്ക് ഒന്ന് ഒരു പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ മാറിക്കഴിഞ്ഞ് സോയാ സോസ് ചേർക്കും, ടൊമാറ്റോ സോസ് ചേർക്കും. ബീൻസ്, ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ശകലം ഇട്ട് കൊടുക്കണം. അല്പം, അതിനൊരു ഉപ്പ് വേണമല്ലോ പച്ചക്കറിക്ക്. നമ്മൾ അരിക്കകത്ത് ചോറിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഈ വെജിറ്റബിൾസിനൊക്കെ അല്പം ഉപ്പിടണം. പിന്നെ കുരുമുളക് പൊടി ഇടണം, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഇത്രയും ചേർത്ത് നമ്മൾ വെജിറ്റബിളിനകത്ത് മിക്സ് ചെയ്യും. കുരുമുളക് പൊടിയും ചേർക്കും, ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിയിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വിനാഗിരിയും ഒഴിച്ച് നമ്മളെടുക്കും. ചോറ്, അതായത് ബാസ്മതി റൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തു. നമ്മുടെ കയ്യിൽ കിസ്മിസും നട്ട്സും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടി ചേർത്തു. ഇനിയും നമ്മൾ ചോറിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുക. അരി ഇട്ട് കഴിഞ്ഞ് സോയാ സോസും ടൊമാറ്റോ സോസും വിനാഗിരിയും ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മുടെ ചോറിൻ്റെ അളവനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ലാസ്റ്റിൽ സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ ഫ്രൈഡ് റൈസ്. നല്ല കളർഫുൾ അല്ലേ? നിങ്ങളെല്ലാവരും കഴിയുന്നവർ ഉണ്ടാക്കി നോക്കുക. ഈ വിധത്തിൽ നല്ലൊരു ഫ്രൈഡ് റൈസ് കഴിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, പ്ലേറ്റിൽ വിളമ്പി കാണിക്കുക. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസ്. നല്ല കളർഫുൾ അല്ലേ? ഫ്രൈഡ് റൈസിൻ്റെ കൂടെ പിക്കിള്, റൈത്ത, അതായത് സലാഡുണ്ടല്ലോ, തൈര് സലാഡ്, പിന്നെ ചിക്കനോ മട്ടനോ അതുപോലുള്ള എന്തെങ്കിലും നോൺ വെജ് ഐറ്റം ഉണ്ടെങ്കിലും നല്ലതാണ്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, നല്ല കമൻറ്റുകൾ ഇടുക. ഉണ്ടാക്കാൻ കഴിയുന്നവർ നല്ല രീതിയിൽ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യുക. അരി വെന്ത ചോറിട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്റ്റൗവിൻ്റെ സിമ്മ് വളരെ കുറച്ചിടുക കേട്ടോ, ഫ്ലെയിം. ഓക്കെ, അന്നേരം എല്ലാവരും സന്തോഷമായിരിക്കുക.